ഈ ആതുരാലയം ഒരു മെക്കാനിക്കൽ ഘടനയല്ല, അതിന് ആഴത്തിലുള്ള ഒരു ഉദ്ദേശമുണ്ട്. അത് കെട്ടിടങ്ങളോ ഉപകരണങ്ങളോ പണമോ വസ്തുക്കളോ അല്ല, ആത്മാവിനെ രൂപീകരിക്കുന്ന ബോധം മാത്രമാണ്. സ്ഥാപകൻ ഡോക്ടർ വെങ്കടസ്വാമി അരവിന്ദ് ആശുപത്രിയെക്കുറിച്ച് പറഞ്ഞ വാക്കുകളാണിത്. സകല ചരാചരവും സമസ്തവും നമ്മിൽ പ്രവേശിക്കുന്നത്, അല്ലെങ്കിൽ ഇവയിലേക്ക് നാം ഇറങ്ങിച്ചെല്ലുന്നത് കാഴ്ചയിലൂടെയാണ്. ഏതർത്ഥതലത്തിൽ കണ്ടാലും കാഴ്ചയില്ലായ്മയാണ് നഷ്ടങ്ങളിൽ ഏറ്റവും വലുത്. അങ്ങനെ ഒരു നിരാശയിൽ നിന്ന് ലക്ഷക്കണക്കിന് പേരെ കാഴ്ചയുടെ വെളിച്ചത്തിലേക്ക് നയിച്ച, ഇന്നും നയിക്കുന്ന ഒരു മഹാപ്രസ്ഥാനം അരവിന്ദ് കണ്ണാശുപത്രി. ജന്മനാൽ കാഴ്ച ഇല്ലാത്തവർക്കോ അസുഖം മൂലമോ അപകടം കാരണമോ കണ്ണുകൾക്ക് പ്രശ്നം ഉണ്ടാവുകയോ ചെയ്യുന്നവർക്ക് ആശ്രയിക്കാവുന്ന ചികിത്സാ കേന്ദ്രം എന്നത് മാത്രമല്ല, വളരെ ചെറിയ ചിലവിൽ മികച്ച പരിചരണം ലഭിക്കുന്ന ആശുപത്രി എന്നത് കൂടിയാണ് അരവിന്ദിനെ സേവന മാതൃകയുടെയും ബഹുമാന്യതയുടെയും ഉന്നതിയിൽ നിലനിർത്തുന്നത്. ഡോക്ടർ ജി വെങ്കടസ്വാമിയുടെ ആത്മാവും അധ്വാനവുമാണ് അരവിന്ദ് ഐ ഹോസ്പിറ്റൽ. നേത്രരോഗ വിദഗ്ധനായ ഡോക്ടർ വി 1976 58 വയസ്സുള്ളപ്പോൾ 11 കിടക്കകളോടെ ആശുപത്രി ആരംഭിച്ചു. ഒരു വാടക വീട്ടിലായിരുന്നു ഇത്. ഇന്ന് അരവിന്ദ് കണ്ണ് സംരക്ഷണ സംവിധാനത്തിൽ ദക്ഷിണേന്ത്യയിൽ 7 ടെറിഷറി കെയർ ഹോസ് കൺട്രോൾ, 6 സെക്കൻഡറി ഐ കെയർ സെൻ്ററുകൾ, 70 പ്രാഥമിക ഐ കെയർ സെൻ്ററുകൾ എന്നിവ ഉൾപ്പെടുന്നു. 1996 ഡോക്ടർ വിയുടെ നേതൃത്വത്തിൽ ലയൺസ് അരവിന്ദ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ കമ്മ്യൂണിറ്റി ഒപ്താൽമോളജി അഥവാ ലൈക്കോ സ്ഥാപിക്കുകയായിരുന്നു. ഇന്ത്യയിലെയും മറ്റ് 30 വികസന രാജ്യങ്ങളിലെയും 347 ആശുപത്രികളിൽ അരവിന്ദ് മാതൃക പകർത്താൻ സഹായിച്ചിട്ടുള്ള ഒരു പരിശീലന കൺസൾട്ടിംഗ് സ്ഥാപനമാണ് ലൈക്കോ. തമിഴ്നാട്ടിലെ മധുരയാണ് അരവിന്ദ് ആശുപത്രിയുടെ പ്രധാന കേന്ദ്രം. ചെന്നൈ, കോയമ്പത്തൂർ സിറ്റി സെൻറ്റർ, ദിണ്ടിഗൽ, കോവിൽപ്പട്ടി, പോണ്ടിച്ചേരി, സേലം, തഞ്ചാവൂർ, തേനി, തിരുനെൽവേലി, തിരുപ്പതി, തിരുപ്പൂർ, തൂത്തുക്കുടി, ഉദുമൽപേട്ട് എന്നിവിടങ്ങളിലും അരവിന്ദിൻ്റെ പ്രധാന ആശുപത്രികൾ പ്രവർത്തിക്കുന്നു. തമിഴ് ജനതയിലെ കർഷകരും തീർത്തും സാധാരണക്കാരുമായ ആളുകളും ഇടത്തരക്കാരും കുറച്ചൊക്കെ സമ്പന്നരും മുതൽ കേരളത്തിൽ നിന്നും കർണാടകയിൽ നിന്നും ആന്ധ്രയിൽ നിന്നും നിരവധി പേർ അരവിന്ദ് ആശുപത്രിയിലേക്ക് എത്തുന്നുണ്ട്. വ്യക്തമായ അനുഭവം കൂടി ഈ ആശുപത്രിയുമായി ബന്ധപ്പെട്ടുണ്ട്. ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്താണ് ക്രിക്കറ്റ് കളിക്കുമ്പോൾ കണ്ണിൽ ബോൾ കൊള്ളുകയായിരുന്നു. നാട്ടിലെ ആശുപത്രിയിൽ അന്ന് ചികിത്സയ്ക്കുള്ള സംവിധാനമൊന്നും ഉണ്ടായിരുന്നില്ല. ലേസർ ചികിത്സ വേണമെന്ന് അന്ന് ചികിത്സിച്ച ഡോക്ടർ നിർദ്ദേശിച്ചു. സ്വകാര്യ ആശുപത്രികളൊക്കെ അന്ന് കേരളത്തിൽ വ്യാപകമായി വരുന്നതേ ഉള്ളൂ. ആ സമയത്ത് സർക്കാർ സംവിധാനത്തിൽ ചികിത്സിക്കാനുള്ള മാർഗവുമില്ല. ലേസർ നടത്തണമെങ്കിൽ അരവിന്ദ് ആശുപത്രിയിലേക്ക് പോകാനായിരുന്നു ഇവിടുത്തെ ഡോക്ടർ നിർദ്ദേശിച്ചത്. അങ്ങനെ ആദ്യമായി തമിഴ്നാട്ടിലേക്കൊരു യാത്ര പോവുകയാണ്. മധുരയിലേക്കായിരുന്നു. അന്ന് അവിടെ ചെന്ന് കണ്ട അനുഭവമുണ്ട്. ഇപ്പോഴും എല്ലാ വർഷവും അങ്ങനെ ചെക്കപ്പിന് വേണ്ടി അരവിന്ദ് ആശുപത്രിയിലേക്ക് പോകുന്നുണ്ട്. ആ ഒരു വ്യക്തിപരമായ അനുഭവം കൂടി നിലനിർത്തിയാണ് ഈ ആശുപത്രിയെക്കുറിച്ചുള്ള ഒരു വീഡിയോ ചെയ്യുന്നത്. സ്ഥാപകൻ ഡോക്ടർ ബി 1918 ഒക്ടോബർ 1 മധുരയിൽ നിന്ന് 80 കിലോമീറ്റർ അകലെയുള്ള വടമലപുരത്താണ് ജനിച്ചത്. 1944 ചെന്നൈയിലെ സ്റ്റാൻലി മെഡിക്കൽ കോളേജിൽ നിന്ന് മെഡിക്കൽ ബിരുദം നേടി. അതിനുശേഷം ഇന്ത്യൻ ആർമി മെഡിക്കൽ കോർപ്സിൽ ചേർന്നു. പക്ഷേ 1948 റോമറ്റോയിഡ് ആർത്രൈറ്റിസ് ബാധിച്ചതോടെ വിരമിക്കേണ്ടി വന്നു. ഈ അവസ്ഥ വളരെ ഗുരുതരമായതിനാൽ 1 വർഷത്തിലേറെ കിടപ്പിലായി. കുറച്ചു കാലത്തേക്ക് നടക്കാൻ പോലും ഏറെ പ്രയാസപ്പെട്ട ഡോക്ടർ വിക്ക് ഗുരുതരമായി തകർന്ന വിരലുകളിൽ പേന പിടിക്കാൻ പോലും കഴിഞ്ഞിരുന്നില്ല. ചികിത്സയ്ക്കൊപ്പം വലിയ മനസാന്നിധ്യമുണ്ടായിരുന്നത് കൊണ്ട് മാത്രമാണ് വിയുടെ തിരിച്ചുവരവ് സംഭവിച്ചതെന്നാണ് അദ്ദേഹത്തെ ചികിത്സിച്ച ഡോക്ടർമാർ പറയുന്നത്. രോഗാവസ്ഥയ്ക്ക് ശമനമുണ്ടായതോടെ അദ്ദേഹം മെഡിക്കൽ സ്കൂളിൽ തിരിച്ചെത്തി. നേത്രചികിത്സയിൽ ഡിപ്ലോമയും ബിരുദാനന്തര ബിരുദവും നേടി. തൻ്റെ കഠിനാധ്വാനത്തിലൂടെയും ദൃഢനിശ്ചയത്തിലൂടെയും ഒരു സ്കാൽപ്പൽ എങ്ങനെ പിടിക്കാമെന്നും തിമിര ശസ്ത്രക്രിയ നടത്താമെന്നും ഡോക്ടർ വി പഠിച്ചു. ഒടുവിൽ ഒരു ദിവസം 100-ലധികം ശസ്ത്രക്രിയകളും ജീവിതകാലത്ത് 1 ലക്ഷത്തിലധികം വിജയകരമായ നേത്ര ശസ്ത്രക്രിയകളും നടത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. സർക്കാർ സർവീസിലിരിക്കെ ഇന്ത്യയുടെ അന്ധതയുടെ പ്രശ്നം കൈകാര്യം ചെയ്യുന്നതിനായി ഡോക്ടർ വി നിരവധി നൂതന പരിപാടികൾ അവതരിപ്പിച്ചു. 1966 അന്ധർക്കുള്ള ഒരു പുനരധിവാസ കേന്ദ്രം, 73 ഒരു നേത്രസഹായി പരിശീലന പരിപാടിയുടെ സൃഷ്ടി എന്നിവ അദ്ദേഹം നടപ്പിലാക്കി. അന്ധതയ്ക്കെതിരായ പോരാട്ടത്തിലെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ മാനിച്ച് 1973 രാജ്യം പത്മശ്രീ നൽകി ഡോക്ടർ വിയെ ആദരിച്ചു. തിമിരം, കുട്ടികളുടെ നേത്രപരിചരണം, കോർണിയ, ജനറൽ ഒപ്താൽമോളജി, ഗ്ലോക്കോമ, കാഴ്ചക്കുറവുള്ളവരുടെ പുനരധിവാസവും, ന്യൂറോ ഒപ്താൽമോളജി, ഓർബിറ്റ്, ഒക്കുലോപ്ലാസി,
പ്രോസ്തറ്റിക്സ് ആൻഡ് ഓങ്കോളജി, റെറ്റിനയും വിട്രിയസും, ഉവിയ തുടങ്ങിയ വിവിധ ക്ലിനിക്കുകൾ ആശുപത്രിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്നു. അരവിന്ദോയുടെയും മദർ മിറ അൽഫാസോയുടെയും അനുയായിയായിരുന്നു വി. ചാരിറ്റി രംഗത്തേക്കുള്ള പ്രവേശനത്തിന് അടിസ്ഥാനവും ഇരുവരുടെയും ദർശനങ്ങളിൽ നിന്ന് ഉൾക്കൊണ്ട ഊർജ്ജമായിരുന്നു. 2006 ജൂലൈ 7 ഒരുപാട് കണ്ണുകളെ ഈറനണിയിച്ച് ഡോക്ടർ വി ഈ ലോകത്തോട് വിട പറഞ്ഞു. ഹെലൻ കെല്ലർ ഇൻ്റർനാഷണൽ അവാർഡ്, അമേരിക്കൻ അക്കാഡമി ഓഫ് ഒപ്താൽമോളജിയുടെ ആദ്യത്തെ ഇൻ്റർനാഷണൽ ബ്ലൈൻഡ്നെസ് പ്രിവെൻഷൻ അവാർഡ് എന്നിവ ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ ഈ കാലയളവിനിടയിൽ ഡോക്ടർ വെങ്കടസ്വാമിയെ തേടിയെത്തി. സേവാ ഫൗണ്ടേഷൻ്റെ സ്ഥാപകനും ഉപദേഷ്ടാവുമായിരുന്നു അദ്ദേഹം. പരിശീലനം, പ്രോത്സാഹനം, സൗഹൃദം എന്നിവയിലൂടെ അദ്ദേഹം സ്വാധീനിച്ച ലോകമെമ്പാടുമുള്ള നൂറുകണക്കിന് നേത്ര ആശുപത്രികളുടെ ദൈനംദിന പ്രവർത്തനങ്ങളിലൂടെ അദ്ദേഹത്തിൻ്റെ ദർശനം പുണ്യപ്രകാശമായി നിലനിൽക്കുന്നു ഇന്നും.